മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നേടാവുന്നതെല്ലാം സ്വന്തമാക്കി ഫുട്ബോൾ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോഴാണ് റൊണാൾഡോ സ്പാനിഷ് കൊമ്പന്മാരായ റയൽ മാഡ്രിഡിനൊപ്പം കൂടാൻ തീരുമാനിച്ചത്. ആ കൂടുമാറ്റത്തിന് പിന്നിൽ മറ്റൊരു വലിയ വൈകാരിക കാരണം കൂടിയുണ്ടായിരുന്നു. മഡേറയിലെ തെരുവുകളിൽ കാൽപന്ത് തട്ടിത്തുടങ്ങിയ കാലം മുതൽ ക്രിസ്ത്യാനോയുടെ അമ്മ മരിയ ഡൊളോറസിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്പാനിഷ് റയൽ മാഡ്രിഡിന്റെ വെള്ളക്കുപ്പായത്തിൽ അവനെ കാണുക എന്നത്. ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായ സാന്റിയാഗോ ബെർണബ്യൂവിലെ ഗാലക്ടിക്കോസ് നിരയിൽ പന്ത് തട്ടുക എന്നത് ആ ചെറുപ്പക്കാരന്റെ വലിയ മോഹമായിരുന്നു. 2008 തന്നെ റയൽ മാഡ്രിഡ് വലിയ ഓഫറുകളുമായി വന്നിരുന്നെങ്കിലും തന്റെ ഗുരുനാഥനായ അലക്സ് ഫെർഗൂസന് നൽകിയ വാക്കുപാലിച്ച് അവൻ 1 വർഷം കൂടി യുണൈറ്റഡിൽ നിന്നു. ഒരു ഫുട്ബോൾ താരത്തിന്റെ ക്ലബ്ബ് മാറ്റമെന്നത് പെട്ടെന്നൊരു ദിവസം ബാഗ് പാക്ക് ചെയ്തിറങ്ങിപ്പോകുന്നത് പോലെ ലളിതമായ കാര്യമല്ല. 2 ക്ലബ്ബുകൾ തമ്മിൽ ട്രാൻസ്ഫർ തുകയെ ചൊല്ലിയുള്ള നീണ്ട വിലപേശലുകൾ, കളിക്കാരനുമായുള്ള പ്രതിഫല കരാറുകൾ, വിശദമായ മെഡിക്കൽ പരിശോധനകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന വളരെ സങ്കീർണമായ ഔദ്യോഗിക നടപടിക്രമങ്ങളാണത്. എന്നാൽ റൊണാൾഡോയുടെ കാര്യത്തിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായത് ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ്. അവന് സാന്റിയാഗോ ബെർണബ്യൂവിലെത്തിക്കാൻ റയൽ മാഡ്രിഡ് അന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നൽകിയത് 80 ദശലക്ഷം പൗണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു ഫുട്ബോൾ ക്ലബിനും ചിന്തിക്കാൻ പോലും ആകാത്തത്ര വലിയൊരു ഓഫർ. അതുവരെ ഉണ്ടായിരുന്ന ഫുട്ബോൾ ചരിത്രത്തിലെ സകല ട്രാൻസ്ഫർ റെക്കോർഡുകളും തകർത്തെറിഞ്ഞ ആ ഭീമൻ തുക റൊണാൾഡോ എന്ന താരത്തെ റയൽ മാഡ്രിഡ് എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു. അങ്ങനെ ലോക ഫുട്ബോളിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരമെന്ന റെക്കോർഡോടെയാണ് അവൻ മാഡ്രിഡിലേക്ക് വിമാനം കയറിയത്. 2009 ജൂലൈ 6. ഫുട്ബോൾ ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത രാജകീയ വരവേൽപ്പിനാണ് മാഡ്രിഡിലെ സാന്റിയാഗോ ബെർണബ്യൂ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. പുതിയ കളിക്കാരനെ കാണാൻ മാത്രം 80,000-ഓളം ആരാധകരാണ് അന്ന് സ്റ്റേഡിയത്തിലേക്ക് ഇരച്ചെത്തിയത്. റയൽ മാഡ്രിഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ താരമായ ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോയും പോർച്ചുഗീസ് ഇതിഹാസം യുസേബിയോയും ചേർന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ക്ലബിലേക്ക് സ്വാഗതം ചെയ്തത്. അന്ന് ഇതിഹാസ താരം റൗൾ ഗോൺസാലസ് ക്ലബിൽ ഉണ്ടായിരുന്നതിനാൽ റൊണാൾഡോയ്ക്ക് തന്റെ പ്രിയപ്പെട്ട 7-ാം നമ്പർ ജേഴ്സി ലഭിച്ചില്ല. പകരം 9-ാം നമ്പർ ജേഴ്സി ഏറ്റുവാങ്ങി അവൻ മൈതാനത്തേക്ക് നടന്നു നീങ്ങി. തന്നെ കാണാൻ ആർത്തിരമ്പുന്ന ഗ്യാലറിയെ നോക്കി തന്റെ സ്വപ്നങ്ങൾക്ക് അന്നുവരെയില്ലാത്ത ശബ്ദത്തിൽ അവൻ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു: ഉനോ ദോസ് ത്രസ് ഹല മാഡ്രിഡ്, 1 2 3 മുന്നേറു മാഡ്രിഡ്. സ്പാനിഷ് മണ്ണിലെ തുടക്കം ഗംഭീരമായിരുന്നെങ്കിലും വിധി മറ്റൊരു രൂപത്തിൽ അവനെ തളർത്തി. 2009 ഒക്ടോബറിൽ കണങ്കാലിനേറ്റ ഗുരുതരമായ പരിക്ക് റൊണാൾഡോയെ 2 മാസത്തോളം കളിക്കളത്തിന് പുറത്തിരുത്തി. ആ സീസണിൽ 35 മത്സരങ്ങളിൽ നിന്ന് 33 ഗോളുകൾ അടിച്ചുകൂട്ടി അവൻ വ്യക്തിപരമായി തിളങ്ങിയെങ്കിലും റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മോശം സീസണായിരുന്നു. ഒരു ട്രോഫി പോലും നേടാനാകാതെ റൊണാൾഡോ ആ വർഷം അവസാനിപ്പിച്ചു. മറുവശത്ത് പെപ് ഗോർഡിയോളയുടെ തന്ത്രങ്ങളിൽ ബാഴ്സലോണയും സാക്ഷാൽ ലയണൽ മെസ്സിയും സ്പാനിഷ് ഫുട്ബോൾ അടക്കി ഭരിക്കുകയായിരുന്നു. കിരീടങ്ങളില്ലാത്ത ആ ആദ്യ സീസൺ റൊണാൾഡോയ്ക്ക് നൽകിയ നിരാശ ചെറുതായിരുന്നില്ല.
പക്ഷേ മെസ്സിയുമായുള്ള ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ ഇതിഹാസ പോരാട്ടങ്ങൾക്ക് അത് വഴിയൊരുക്കുകയായിരുന്നു. കിരീടങ്ങളില്ലാത്ത ആ ആദ്യ സീസണിന്റെ നിരാശകൾക്കിടയിലും 2010 തുടക്കത്തിൽ റൊണാൾഡോയുടെ വ്യക്തിജീവിതത്തിൽ പുതിയൊരു വസന്തം വിരിയുന്നുണ്ടായിരുന്നു. പ്രശസ്ത ഫാഷൻ ബ്രാൻഡായ അർമാനിയുടെ ഒരു പരസ്യ ചിത്രീകരണത്തിനിടയിൽ അവൻ റഷ്യൻ സൂപ്പർ മോഡലായ ഇറീന ഷെയ്ക്കിനെ കണ്ടുമുട്ടി. ആ കൂടിക്കാഴ്ച ലോകം കണ്ട ഏറ്റവും പ്രശസ്തമായ ഒരു സെലിബ്രിറ്റി പ്രണയത്തിന് തുടക്കമായി മാറുകയായിരുന്നു. പക്വതയുള്ള ഒരു വ്യക്തിയിലേക്കുള്ള അവന്റെ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു ഇറീനയുമായുള്ള ആ ബന്ധം. പുതിയ രാജ്യത്തെ വെല്ലുവിളികൾക്കും മാധ്യമങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കുമിടയിൽ അവന് ലഭിച്ച വലിയൊരു വൈകാരിക പിന്തുണയായിരുന്നു അവളുടേത്. ഈ പ്രണയവാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ആ വലിയ പ്രഖ്യാപനമുണ്ടാകുന്നത്. 2010 ജൂൺ ജൂലൈ മാസങ്ങളിൽ ദക്ഷിണാഫ്രിക്കയിൽ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയം. അതിനിടയിൽ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ റൊണാൾഡോ ആ വാർത്ത പുറത്തുവിട്ടു. ഞാനൊരാൺകുഞ്ഞിന്റെ അച്ഛനായിരിക്കുന്നു. ക്രിസ്ത്യാനോ ജൂനിയറിന്റെ ആ ജനനം ഫുട്ബോൾ ലോകത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു. കുട്ടിയുടെ അമ്മ ആരാണെന്നത് റൊണാൾഡോ രഹസ്യമാക്കി വച്ചു. മാധ്യമങ്ങളും പാപ്പരാസികളും വാടക ഗർഭപാത്രം ഉൾപ്പെടെയുള്ള പല കഥകളും മെനഞ്ഞെങ്കിലും റൊണാൾഡോ അതൊന്നും വകവച്ചില്ല. തന്റെ അമ്മ ഡൊളോറസിന്റെ സഹായത്തോടെ ആ കുഞ്ഞിനെ അവൻ നെഞ്ചോട് ചേർത്തു. ലോകമാരാധിക്കുന്ന ഫുട്ബോൾ സൂപ്പർ സ്റ്റാർ എന്നതിലുപരി സ്നേഹനിധിയായ ഒരു കുടുംബനാഥനായി റൊണാൾഡോ മാറുകയായിരുന്നു. തന്റെ മകന് മുന്നിൽ ഏറ്റവും മികച്ചൊരച്ഛനാകണമെന്ന ചിന്ത അവന് പുതിയൊരു ഊർജം നൽകി. വ്യക്തിജീവിതത്തിലെ ഈ സന്തോഷങ്ങൾക്കിടയിലും 2010 ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ലോകകപ്പ് അവന് സമ്മാനിച്ചത് വലിയൊരു ദുരന്തമായിരുന്നു. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള താരമെന്ന ലേബലിൽ പോർച്ചുഗൽ ദേശീയ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന വലിയ ഉത്തരവാദിത്വവുമായാണ് അവൻ ആഫ്രിക്കൻ മണ്ണിലെത്തിയത്. ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് അവനിലേക്കായിരുന്നു. എന്നാൽ പ്രീ ക്വാർട്ടറിൽ കരുത്തരായ സ്പെയിനോടായിരുന്നു റൊണാൾഡോയുടെ പറങ്കിപ്പടയ്ക്ക് ഏറ്റുമുട്ടാനുണ്ടായിരുന്നത്. തീർത്തും പ്രതിരോധത്തിലൂന്നിയ ഒരു ശൈലിയാണ് പോർച്ചുഗൽ പുറത്തെടുത്തത്. മറുവശത്ത് സാവിയും ഇനിയേസ്റ്റയും അടങ്ങുന്ന സ്പാനിഷ് മധ്യനിര പ്രശസ്തമായ ടിക്കി ടാക്ക ശൈലിയിലൂടെ പന്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്തിരുന്നു. ഇതോടെ പോർച്ചുഗലിന്റെ മുന്നേറ്റ നിരയിൽ റൊണാൾഡോ തീർത്തും ഒറ്റപ്പെട്ടുപോയി. അവന് പന്തെത്തിച്ചു നൽകാൻ മധ്യനിരയിൽ ആരുമുണ്ടായിരുന്നില്ല. സ്പാനിഷ് താരങ്ങൾ പന്തുമായി മൈതാനത്ത് നൃത്തം വെച്ചപ്പോൾ പന്തിനായി ഓടിത്തളരാൻ മാത്രമായിരുന്നു റൊണാൾഡോയുടെ വിധി. പന്ത് ലഭിച്ചാൽ തന്നെ കാർലസ് പിയോളും ജെറാൾ പീക്കെയും സെർജിയോ റമോസും അടങ്ങുന്ന സ്പാനിഷ് പ്രതിരോധം അവനെ വളഞ്ഞിട്ടാക്രമിച്ചു. ഒടുവിൽ സ്പെയിനോട് 1-0 പോർച്ചുഗൽ തോറ്റു. ആ ലോകകപ്പിൽ ആകെ ഒരു ഗോൾ മാത്രമാണ് റൊണാൾഡോയ്ക്ക് നേടാനായത്. അതും ഉത്തര കൊറിയയ്ക്കെതിരായ ഗ്രൂപ്പ് മത്സരത്തിൽ. അടുത്ത നിരാശയും ദേഷ്യവും സങ്കടവും എല്ലാം കൂടി കൂടിക്കുഴഞ്ഞ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു മത്സരശേഷം റൊണാൾഡോ. തലകുനിച്ച് കണ്ണീരടക്കി ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു നീങ്ങുകയായിരുന്ന ആ ക്യാപ്റ്റന്റെ മുഖത്തേക്ക് ഒരു ടെലിവിഷൻ ക്യാമറാമാൻ ക്യാമറ സൂം ചെയ്ത് അടുത്തേക്ക് വന്നു.
തോറ്റമ്പിയ ഒരു നായകന്റെ കണ്ണീർ വിറ്റ് കാശാക്കാൻ ശ്രമിച്ച ആ ക്യാമറ ലെൻസുകൾ അവനെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു. തനിക്കൊന്ന് തനിച്ചിരിക്കാൻ, സ്വന്തം സങ്കടങ്ങളെ സ്വകാര്യമായൊന്ന് കരഞ്ഞു തീർക്കാൻ പോലും അനുവദിക്കാത്ത ആ മാധ്യമ കടന്നുകയറ്റത്തിന് മുന്നിൽ റൊണാൾഡോയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ദേഷ്യം സഹിക്കാനാവാതെ അവൻ ആ ക്യാമറയ്ക്ക് നേരെ കാർക്കിച്ചു തുപ്പി. കോടിക്കണക്കിന് മനുഷ്യർ ആ ദൃശ്യങ്ങൾ ടെലിവിഷൻ സ്ക്രീനുകളിലൂടെ കണ്ടു. താമസിയാതെ അതൊരു വലിയ വിവാദമായി കത്തിപ്പടർന്നു. റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻ ഡ്രൈവ് വോളിയം നമ്പർ 23. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ലോക ഫുട്ബോളും മാധ്യമങ്ങളും റൊണാൾഡോയ്ക്കെതിരെ തിരിഞ്ഞു. പോർച്ചുഗീസ് ജനത പോലും തങ്ങളുടെ ക്യാപ്റ്റന്റെ പെരുമാറ്റത്തെ നിശിതമായി വിമർശിച്ചു. പോരാത്തതിന് തോൽവിയുടെ കാരണം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് അത് പരിശീലകൻ കാർലോസ് ക്യൂറോസിനോട് പോയി ചോദിക്കൂ എന്ന് പ്രകോപനപരമായി പ്രതികരിച്ചതും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. ഒരു രാജ്യത്തിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ തീർത്തും അപക്വമായ പ്രതികരണമായിരുന്നു അത്. ലോകം മുഴുവൻ തന്നെ വിമർശിച്ചപ്പോൾ റൊണാൾഡോ തന്റെ പ്രവൃത്തിക്ക് വിശദീകരണം നൽകി. ഞാനൊരു യന്ത്രമല്ല, വികാരമുള്ള പച്ച മനുഷ്യനാണ്. തോൽവിയുടെ അങ്ങേയറ്റത്തെ വേദനയിൽ നിൽക്കുമ്പോൾ എനിക്ക് സ്വകാര്യത വേണമായിരുന്നു. ഞാൻ പൂർണ്ണമായും തകർന്നു നിൽക്കുകയായിരുന്നു. അതായിരുന്നു അവന്റെ ന്യായം. തന്റെ ടീമിനെ രക്ഷിക്കാൻ കഴിയാതെ പോയ ഒരു ക്യാപ്റ്റന്റെ നിസ്സഹായതയായിരുന്നു ആ വാക്കുകളിൽ. എങ്കിലും മാനസികമായി റൊണാൾഡോ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട, അവൻ തീർത്തും ഒറ്റപ്പെട്ടുപോയ ദിവസങ്ങളായിരുന്നു അത്. പരിക്കുകൾ, ട്രോഫിയില്ലാത്ത ആദ്യ ക്ലബ് സീസൺ, ലോകകപ്പിലെ പരാജയവും വിവാദങ്ങളും, ഇതിനെല്ലാം പുറമെ പാപ്പരാസികളുടെ നിരന്തരമായ വേട്ടയാടലുകൾ. എന്നാൽ വീണുപോയിടത്തുനിന്ന് കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കാനുള്ള ശ്രമങ്ങൾ അയാൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. 2010-11 സീസണിന്റെ തുടക്കത്തിൽ ഇരട്ടിക്കരുത്തോടെ അവൻ മാഡ്രിഡിലേക്ക് തിരിച്ചെത്തി. ആ തിരിച്ചുവരവിൽ അവനെ കാത്ത് നിർണായകമായ 2 വലിയ മാറ്റങ്ങൾ സാന്റിയാഗോ ബെർണബ്യൂവിൽ ഉണ്ടായിരുന്നു. റയൽ മാഡ്രിഡിന്റെ ഇതിഹാസ നായകൻ റൗൾ ക്ലബ്ബ് വിട്ടതോടെ റൊണാൾഡോയ്ക്ക് തന്റെ പ്രിയപ്പെട്ട 7-ാം നമ്പർ ജേഴ്സി തിരികെ ലഭിച്ചു. ലോകം കാത്തിരുന്ന ആ ബ്രാൻഡ് CR7 സ്പാനിഷ് മണ്ണിൽ പുനർജനിച്ചു. അതോടൊപ്പം ലോക ഫുട്ബോളിലെ ഏറ്റവും തന്ത്രശാലിയായ മാനേജർ സാക്ഷാൽ ഹോസെ മൗറീഞ്ഞോ റയൽ മാഡ്രിഡിന്റെ പരിശീലകനായി എത്തിക്കഴിഞ്ഞിരുന്നു. പെപ് ഗോർഡിയോളയുടെയും മെസ്സിയുടെയും ബാഴ്സലോണയ്ക്ക് തടയിടാൻ പോർച്ചുഗലിൽ നിന്നുള്ള ആ മാസ്റ്റർ മൈൻഡും അയാളുടെ ഏറ്റവും വിശ്വസ്തനായ പോരാളി CR7-ഉം ഒരുങ്ങുകയായിരുന്നു. അവിടെ നിന്നും സ്പാനിഷ് ഫുട്ബോൾ ചരിത്രം കണ്ട ഏറ്റവും വലിയ ഇതിഹാസ പോരാട്ടങ്ങൾക്ക്, എൽ ക്ലാസിക്കോ യുദ്ധങ്ങൾക്ക് ഔദ്യോഗികമായി തിരശ്ശീല ഉയരുകയായിരുന്നു. ലോക ഫുട്ബോളിലെ യഥാർത്ഥ രാജാവ് ആര് എന്ന തർക്കം ആരാധകർക്കിടയിൽ കാട്ടുതീ പോലെ പടർന്നു പിടിച്ച സമയമായിരുന്നു അത്. ഒരു വശത്ത് കാൽപന്തിനെ കാലുകളിൽ ഒളിപ്പിച്ച് കളം വാഴുന്ന സാക്ഷാൽ ലയണൽ മെസ്സി എന്ന കുറിയ മനുഷ്യൻ, മറുവശത്ത് എതിരാളികളുടെ പ്രതിരോധ കോട്ടകളെ വേഗത കൊണ്ടും കരുത്തുകൊണ്ടും തകർത്തെറിയുന്ന പോർച്ചുഗലിന്റെ ധീരനായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫുട്ബോൾ ലോകം അക്ഷരാർത്ഥത്തിൽ 2ആയി പിളർന്നു. ബാഴ്സലോണയും റയൽ മാഡ്രിഡും തമ്മിലുള്ള കേവലമൊരു ക്ലബ്ബ് പോരാട്ടം എന്നതിലുപരി
മെസ്സിയോ അതോ റൊണാൾഡോയോ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള യാത്രയായിരുന്നു അത്. 2010 നവംബർ 29. അങ്ങനെയൊരു മഹാപോരാട്ടത്തിനാണ് കാറ്റലോണിയൻ മണ്ണിലെ ക്യാമ്പ് നൗ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മൗറീഞ്ഞോയുടെ തന്ത്രങ്ങളും റൊണാൾഡോയുടെ കരുത്തും ബാഴ്സലോണയുടെ കുതിപ്പിന് തടയിടുമെന്ന് ലോകമൊന്നടങ്കം വിശ്വസിച്ചു. ലോകം ശ്വാസമടക്കി പിടിച്ച് ആ കിക്ക് ഓഫിനായി കാത്തിരുന്നു. എന്നാൽ ആ രാത്രി ഫുട്ബോൾ ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ക്യാമ്പ് നൗവിൽ അരങ്ങേറിയത് മറ്റൊരു നാടകമായിരുന്നു. റൊണാൾഡോയുടെയും റയൽ മാഡ്രിഡിന്റെയും സകല കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് റയലെന്ന് തകർന്നടിഞ്ഞത്. പെപ് ഗോർഡിയോളയുടെ ടിക്കി ടാക്ക ശൈലിക്ക് മുന്നിൽ റയൽ തീർത്തും നിസ്സഹായരായി. സാവിയും ഇനിയേസ്റ്റയും മെസ്സിയും മൈതാനത്തൊരുക്കിയ പാസിംഗ് വിസ്മയങ്ങൾക്കിടയിൽ റയലിന്റെ താരങ്ങൾ വെറും കാഴ്ചക്കാരായി മാറി. ആ മത്സരത്തിൽ ഒരു ഷോട്ട് പോലും ലക്ഷ്യത്തിലേക്ക് ഉതിർക്കാൻ കഴിയാതെ റൊണാൾഡോയ്ക്ക് തല കുനിക്കേണ്ടി വന്നു. റയൽ മാഡ്രിഡ് കുപ്പായത്തിൽ അവൻ നേരിട്ട ഏറ്റവും വലിയ അപമാനമായിരുന്നു ആ തോൽവി. മത്സരത്തിനിടയിൽ ടച്ച് ലൈനിൽ വെച്ച് ബാഴ്സലോണ പരിശീലകൻ പെപ് ഗോർഡിയോളയുമായി പന്തിനായി കയർക്കുന്ന റൊണാൾഡോയുടെ ചിത്രം അവന്റെ ഉള്ളിലെ നിരാശയുടെയും ദേഷ്യത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു. ആ കനത്ത തോൽവിക്ക് പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുമുണ്ടായിരുന്നു. ബാഴ്സലോണയുടെ താളം തെറ്റിക്കാൻ മൗറീഞ്ഞോ പ്രയോഗിച്ച തന്ത്രങ്ങൾ പെപ്പിന്റെ കുറിയ പാസുകൾക്ക് മുന്നിൽ ദയനീയമായി പരാജയപ്പെട്ടു. ബാഴ്സയുടെ മധ്യനിര റയലിന്റെ പ്രതിരോധത്തെ അനായാസം കീറിമുറിച്ചു. പലരും സംശയിച്ചതുപോലെ ടീമിലെ മറ്റംഗങ്ങൾ അവനെ മനഃപൂർവ്വം ഒറ്റപ്പെടുത്തിയതുകൊണ്ടോ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടോ ആയിരുന്നില്ല അവനെന്ന് പന്ത് ലഭിക്കാതിരുന്നത്. മറിച്ച് ബാഴ്സലോണയുടെ മധ്യനിര താരങ്ങളായ സാവിയും ഇനിയേസ്റ്റയും സെർജിയോ ബുസ്കറ്റ്സും ചേർന്ന് മൈതാനത്ത് തീർത്ത ആ മാന്ത്രിക വലയത്തിൽ റയൽ മാഡ്രിഡ് താരങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടുകയായിരുന്നു. പന്ത് കാലിൽ കിട്ടിയാൽ മാത്രമല്ലേ അവർക്കത് റൊണാൾഡോയ്ക്ക് പാസ് നൽകാൻ കഴിയൂ. ലോകകപ്പിൽ സ്പെയിനെതിരെ സംഭവിച്ച അതേ നിസ്സഹായത അവിടെയും ആവർത്തിച്ചു. പന്ത് കാലിൽ കിട്ടാതെ ഫുട്ബോൾ മൈതാനത്തൊരു പോരാളി എത്രത്തോളം നിസ്സഹായനാകാമെന്ന് അവൻ ഒരിക്കൽ കൂടി തിരിച്ചറിയുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ചവൻ താനാണെന്ന് തെളിയിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവന് ഏറ്റവും വലിയ പ്രതിയോഗിയുടെ തട്ടകത്തിൽ തലകുനിച്ചു നിൽക്കേണ്ടി വന്ന കറുത്ത രാത്രി. എന്നാൽ തോൽവികളിൽ നിന്ന് പാഠം പഠിച്ച് ഇരട്ടിക്കരുത്തോടെ തിരിച്ചടിക്കുന്നവനാണ് യഥാർത്ഥ പോരാളിയെന്ന് അവൻ ലോകത്തെ ബോധ്യപ്പെടുത്താൻ പോകുന്നതേയുണ്ടായിരുന്നുള്ളൂ.